പ്രേക്ഷകരെ ഇപ്പോൾ പി കെ ശശി സംസാരിക്കുന്നുണ്ട്, അതിലേക്ക് ഉൾപ്പെടെ ഈ വേദിയിൽ നിരവധിയായ സഖാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പേര് പരാമർശിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചത്. എനിക്ക് അങ്ങനെയാണ് നിർദ്ദേശം കിട്ടിയത്. ഇവിടെ CPIM-ന്റെ മുൻ ഏരിയ സെക്രട്ടറിമാർ, തൊട്ട് മുമ്പത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായ വടക്കഞ്ചേരിയിൽ RSSകാരുടെ വെട്ടേറ്റ് എത്രയോ ദിവസങ്ങളോളം കാലം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കിടന്നിരുന്ന പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ് K. ബാലൻ, ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സഖാവ് N. ഹരിദാസൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇവിടെ വേദിയിലുണ്ട്. വിവിധ ജനകീയ പ്രസ്ഥാനങ്ങളുടെ, വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഒട്ടേറെ നേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സദസ്സിൽ ഒരുപാട് ബഹുമാന്യരുണ്ട്. ഞാൻ ആദ്യം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട സഖാവ് ബാലേട്ടനെയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് മണ്ണാർക്കാട് പൊതുപ്രവർത്തന മേഖലയിലേക്ക് വന്ന സമയം മുതൽ എന്നെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രിയപ്പെട്ട ബാലേട്ടൻ വളരെ അവശനാണ്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചു, വടിയും കുത്തിപ്പിടിച്ചിട്ടാണ് പ്രിയപ്പെട്ട കാഞ്ഞിരപ്പുഴയിലെ സഖാവ് ബാലേട്ടൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് മത യാഥാസ്ഥിതികത്വത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാതെ പടപൊരുതിയ സമാരാധ്യനായ വള്ളുവനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ്, പ്രായമേറെ ചെന്നിട്ടും ചെർപ്പുളശ്ശേരിയിൽ ഇപ്പോഴും ഈ കേരളത്തിലാകെ അറിയപ്പെടുന്ന സഖാവായി ഉയർന്ന, നേതാവായി മാറിയ ബഹുമാന്യനായ സഖാവ് PA ഉമ്മർക്കായുടെ മകൻ സഖാവ് സാബു. ഇനി ആരെയൊക്കെയാ പറയേണ്ടത്? നിങ്ങൾക്ക് ഈ ജില്ലയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അർപ്പണ ബുദ്ധിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ ത്രാണിയുള്ള ഒരു പടയുടെ മുഖം കാണണമെങ്കിൽ നിങ്ങൾ ഈ കൺവെൻഷനിലേക്ക് നോക്കൂ. ഈ പങ്കെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന എല്ലാ സഖാക്കളെയും സഹോദരീ സഹോദരന്മാരെയും ഞാൻ ആവേശപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ചില മാധ്യമങ്ങൾ എന്നോട്, ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നലെ എന്നോട് ചോദിച്ചു, അല്ല ഈ വിമത കൺവെൻഷൻ നാളെയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അതെങ്ങനെയാ തനിക്ക് വിവരം കിട്ടിയെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. വിമത കൺവെൻഷന് വഴി നാളെയാണെന്നുള്ള വിവരം തനിക്ക് എങ്ങനെയാ കിട്ടിയത്? അപ്പൊ ഇയാൾക്ക് അബദ്ധം മനസ്സിലായിട്ട് എന്നോട് പറഞ്ഞു, അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അസംതൃപ്തരുടെ ഒരു കൺവെൻഷൻ. ഓ, അത് കറക്റ്റാണ്. ഈ മാധ്യമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് സത്യം എഴുതുന്ന ആളുകളുണ്ട്, സത്യം എഴുതാൻ താല്പര്യം കാണിക്കുന്ന ആളുകളുണ്ട്.
അവരിത് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നൊന്നും എനിക്കറിയില്ല. പൊതുവെ എന്നെപ്പറ്റി മാധ്യമങ്ങൾക്കൊരു നല്ല അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അല്ലവല്ല ഞാൻ പറയാ. പക്ഷെ അതിൽ നല്ല കുറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരോടൊക്കെ അവരുൾപ്പെടെ ഉള്ള ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് കൊടുക്കണം. ഇത് വിമതരുടെ കൂട്ടായ്മയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഉശിര് പണയം വെക്കാത്ത ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബിന്റെ ശബ്ദം ഇടിമുഴക്കമായി ഏറ്റുവാങ്ങുന്ന വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് ഇത്. കമ്മ്യൂണിസ്റ്റുകാരന്റെ കൺവെൻഷനാണ്.